നല്ല ശരിക്കും ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് സുഖം തോന്നത്തില്ല. കാരണം എൻ്റെ സൗണ്ട് നല്ല രീതിക്ക് അടച്ചിരിക്കുകയാണ്. കരഞ്ഞിട്ട് എനിക്ക് ശബ്ദമില്ലാതിരിക്കുകയാണ് ഗൈസ്. കാരണം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ ഇക്ക എൻ്റെ കൂടെ ഉണ്ടാവില്ല. ഇക്ക തിരിച്ച് സൗദിയിൽ പോയിട്ടുണ്ടാവും. അപ്പം ഇക്ക പോയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കാനിരിക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള എല്ലാ ഇതും ഇതിലുണ്ടാവും. അപ്പം ഇക്ക പോകുന്നതിന് മുമ്പ് പാത്തുട്ടിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്തൂടെ പോകണോ, എവിടെ പോകണമെന്ന് ചോദിച്ചപ്പം പാത്തൂട്ടി അവള് സജഷൻ വെച്ചത് അവൾക്ക് ഒന്നുകൂടി കന്യാകുമാരി കാണണമെന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിയിൽ ബസ്സിനാണ് പോയത്. മുമ്പ് ട്രെയിനിനാണ് പോയത്. ചെന്നൈക്ക് പോയ സമയത്ത് ട്രെയിനിനാണ് പോയത്. ഇപ്പം ഞങ്ങൾ ബസ്സിനാണ് പോയത്. തിരുവനന്തപുരത്ത് നമ്മൾ സ്കൂട്ടി കൊണ്ട് വച്ചിട്ട് അവിടെ നിന്ന് നാഗർകോവിൽ ബസ്സിൽ കയറി. ഇപ്പം നാഗർകോവിൽ ഇരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് കന്യാകുമാരി ബസ് കിട്ടും. കന്യാകുമാരി ബസ് ഇവിടുന്ന് രണ്ട് രീതിയിൽ കിട്ടും. ഒരു ചുറ്റി വളഞ്ഞു പോകുന്ന രീതിയിലുള്ള ബസ്സും കിട്ടും. നോർമലായിട്ട് പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് എത്തുന്നതും കിട്ടും. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ആട് നടന്നു പോകുന്നത് കണ്ട് ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്താണ് കേട്ടോ. ശരിക്കും മനസ്സും ഒന്നും അത്ര സുഖമൊന്നും അല്ല. നാളെയൊക്കെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. ഈ ഇത് കിട്ടുന്ന കുറച്ച് സമയം കൂടി ഞങ്ങളുടെ കൂടെ ഉള്ളു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാത്തൂട്ടിക്ക് അവൾക്ക് വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. ഉപ്പിലിട്ട മാങ്ങയും അതും ഇതൊക്കെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇതൊക്കെ വീഡിയോ എടുത്തു. കന്യാകുമാരി മൊത്തത്തിൽ വീഡിയോ എടുത്തു. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കാണാനും. യാത്രയൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒന്നും ആസ്വദിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. ഇക്കാകെ നല്ല വിഷമം ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം 3 വർഷം നിന്നിട്ട് പോലും ഒരു മാസം 10 ദിവസത്തെ ലീവാണ് കമ്പനി കൊടുത്തത്. അപ്പം അത് കണ്ണി കൂടെ പോയി, പെട്ടെന്ന് അങ്ങ് പോയി ലീവ്. അപ്പം ലീവ് നീട്ടി കിട്ടാത്തതിന്റെ ആ ഒരു ഇതും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ 2 ദിവസം മുന്നേ വരെ ഓക്കെ ആയിരുന്നെങ്കിലും സമയം ഇതായപ്പോഴത്തേക്കും പിന്നെ ഭയങ്കരമായിട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര വിഷമമായിരുന്നു. ഇത്രയും ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും പോകുമ്പോഴും എല്ലാം പാത്തൂട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഇക്ക പോവുമല്ലോ എന്നുള്ള ആ ഒരു മനസ്സ് മൊത്തം അതാണ്. അപ്പൊ ഞാൻ പറ്റാവുന്നതിന്റെ മാക്സിമം ഇക്കടുത്ത് നിന്ന് അങ്ങനെ മാറാതെ നടന്നിട്ടോ. അപ്പം നമ്മൾ കുറേ നേരം അവിടെ കടലിലൊക്കെ കളിച്ചു. കുറച്ച് സ്പൈസസ് ഒക്കെ വാങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും അതിനൊക്കെ നല്ല ഏകദേശം നമ്മൾ ഇത്രയും മെനക്കെട്ട് വന്ന് നമ്മൾ വില കുറച്ച് കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അത്രയും വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ലെന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ വാങ്ങിയില്ല. അപ്പോൾ നമ്മൾ അവിടെ മൊത്തം ചുറ്റി കണ്ട് അവിടെ കടയിൽ കയറിയിട്ട് ഫ്രൈഡ് റൈസും കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പോയി. പാത്തൂട്ടിക്കും എനിക്കും ഫ്രൈഡ് റൈസും ഇക്കാക്ക് തമിഴ്നാട് മീൽസുമാണ് വാങ്ങിച്ചത്. അപ്പം നമ്മൾ രണ്ടുപേരും കഴിച്ചു, ഇക്കായും കഴിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് പോകും ഗൈസ്. അപ്പം നമ്മൾ ബസ്സിന് തന്നെ പോകണം. ബസ്സിന് പോയിട്ട് നമ്മൾ സ്കൂട്ടി എടുത്തുകൊണ്ട് വേണം പോകാൻ. അപ്പം ഫ്രൈഡ് റൈസ് കഴിച്ചു കഴിഞ്ഞിട്ട് ബസ്സിന് ചെന്ന് നിന്നപ്പോഴത്തേക്കും ബസ് 1 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അത്രയും സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സമയം കൂടി ഇങ്ങനെ കടപ്പുറത്ത് വന്നിരുന്നു. കുറച്ച് സമയം കാറ്റൊക്കെ കൊണ്ട് ഇത്തിരി വീഡിയോ ഒക്കെ എടുത്തു. അപ്പം ഞാൻ കിട്ടാവുന്നതിൻ്റെ അത്രയും വീഡിയോസ് ഞാൻ എടുത്തു. കാര്യം ഇക്കടെ കൂടെ ഇരിക്കുന്ന അത്രയും സമയം എനിക്ക് അത്രയും സന്തോഷമാണ്. അപ്പം ഇക്കടെ മുഖം കണ്ട ഭയങ്കര വിഷമമുണ്ട്. ശരിക്കും പറഞ്ഞാൽ പോകണമെന്നില്ല. പിന്നെ പ്രവാസം ഒരു തവണ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പറ്റാത്തൊരു യാത്രയാവുമല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിടാൻ ഒട്ടും താല്പര്യമില്ല. വാടക വീടാണെങ്കിലും ഇവിടെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് കൂടെ നിന്നോ എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ പോയല്ലേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പിറ്റേ ദിവസം ഇക്കാക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിയാണ്. അപ്പം ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. ബീഫ് വരട്ടി കൊടുത്തു വിടണം എന്ന് പറഞ്ഞ ബീഫ് പെരട്ടിയത്. അപ്പം ഇക്ക മത്തി വാങ്ങിക്കൊണ്ടുവന്ന് എനിക്ക് വൃത്തിയാക്കി തന്ന്. ഇക്ക ഇവിടെ ഉള്ള സമയം മൊത്തം ഇക്ക തന്നെയാണ് എനിക്ക് ഈ മീനൊക്കെ വൃത്തിയാക്കി തരുന്നതും കുടിവെള്ളം എടുത്ത് വെച്ച് തരുന്നതും ഒക്കെ. അപ്പം എനിക്ക് നാളെ മുതൽ ഞാനത് എങ്ങനെ ചെയ്യും, അത് നമ്മൾ ചെയ്തേ പറ്റൂ. പക്ഷെ ചിരിക്കാൻ പോലും പറ്റുന്നില്ല. അതായത് നമ്മൾ നാളെ മുതൽ അനുഭവിക്കുന്ന ഒരു ശൂന്യത. ഈ പ്രവാസി ഭാര്യ എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ളൊരു കാര്യമൊന്നുമല്ല കേട്ടോ. അത് പ്രവാസിയുടെ ഭാര്യ ആയപ്പോഴാണ് ഞാൻ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത്. കുറേ സമയം ഞാൻ ഇക്കാടെ കൂടെ ഇങ്ങനെ ചേർന്നൊക്കെ ഇരുന്നു. കുറേ സമയം എന്താ പരസ്പരം ഞങ്ങൾക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാല് പോകുന്നതിന്റെ തലേദിവസം കമ്മ്യൂണിക്കേഷൻ കുറവായിരുന്നു.
പറ്റാവുന്ന സമയം മൊത്തം ഇങ്ങനെ ചാരിയിരിക്കും. എന്താന്ന് അറിഞ്ഞൂടാ, സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല. അപ്പൊ ഞാൻ ഇക്കടുത്ത് പറഞ്ഞു ഇന്നത്തെ ദിവസം പുറത്തു പോകരുത്, മൊത്തം എന്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബീഫ് വരട്ടിയെടുത്ത്. എനിക്ക് ബീഫ് വെച്ചത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വരട്ടിയെടുത്ത്. പിന്നെ ഇക്ക എന്റെ ഒരവസ്ഥ കണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞു പ്രത്യേകിച്ച് കറിയൊന്നും വേറെ ഉണ്ടാക്കണ്ട, മത്തി വറുത്ത് കറി വെച്ചാൽ മതിയെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങള് ഉച്ചയ്ക്ക് കഴിക്കായിരുന്നു കേട്ടോ. അപ്പൊ നാളെ ഞങ്ങളുടെ കൂടെ ഉച്ചയ്ക്ക് കാണത്തില്ല. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. പിന്നെ വൈകുന്നേരം കടപ്പുറത്ത് കുഞ്ഞുവിനെ വിളിക്കാൻ പോയി. എൻ്റെ ഉമ്മടുത്തും പാപ്പടുത്തും ഒക്കെ യാത്ര പറയണം. അപ്പൊ നമ്മൾ വാടക വീട്ടിലും അവര് വീട്ടിലുമാണല്ലോ. അപ്പൊ അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രാത്രി വന്ന് ഇക്ക ഇങ്ങനെ സാധനങ്ങളൊക്കെ അടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ചങ്ക് പിടയ്ക്കുന്നുണ്ട്. അപ്പം ഇത് കാണുന്നവരൊക്കെ വിചാരിക്കും ഇയാള് ആദ്യമായിട്ടാണോ ഇയാളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പോകുന്നതെന്ന്. ഒരിക്കലും അല്ല. എന്റെ ലൈഫിൽ എന്റെ ഇക്ക വന്നിട്ട് 5 വർഷം ആകുന്നേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ എന്റെ അടുത്ത് നിന്ന് ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ അതിന്റെ വിഷമം ഇല്ലാണ്ടായിരുന്നു. രാത്രി ഞങ്ങൾ ആ വണ്ടി കൊണ്ടുപോയി എൻ്റെ വീട്ടില് ഒതുക്കി വെച്ചു. അവിടെ എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ ഞാനും ഇക്കായും കൂടെ രാത്രി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് മുന്നേ വരെ വണ്ടിയിൽ പോയതാണ്. അപ്പൊ ഞാൻ ഇക്കാട് ചോദിച്ചു, ഇക്ക ഇനി ഞാൻ ഇന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് നമ്മളിനി എന്ന് പോവും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ നടന്നു വന്നു. കുറച്ചു സമയം ഈ മണിക്കൂറുകൾക്കൊക്കെ ഇത്രയും സ്പീഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ് കേട്ടോ. അപ്പൊ വണ്ടി മുട്ടും, വീഡിയോ എടുത്തോണ്ട് സൂക്ഷിച്ച് നടക്കാന്ന് പറഞ്ഞ് എന്നെ രാത്രി വിളിച്ചോണ്ട് പോയി. പിറ്റേന്ന് 2 മണിക്ക് നമ്മൾ ഓട്ടോ വിളിച്ചു. ഇപ്പൊ പോവാൻ റെഡിയായി. ഇപ്പോഴും ശരിക്കും പറഞ്ഞ സൗണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. കാര്യം ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ആ വിളി റസീന്നുള്ള വിളി ഇങ്ങനെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പോവാൻ വേണ്ടി ഇറങ്ങി. ഇക്കാക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും ഒരാവൂന്നൊക്കെ വിചാരിച്ചില്ല. എന്നോട് പറയുന്നത് ഇത്രയും ഞാൻ കരയും എന്നൊക്കെ വിചാരിച്ചില്ല. എന്നെ വണ്ടിയിൽ ഇരുന്നപ്പോ മൊത്തം എന്റെ അടുത്തിരുന്നോണ്ട് എന്റെ കയ്യിലിറക്കി പിടിച്ചിട്ട് എന്റെ കണ്ണീര് തുടയ്ക്കുന്നുണ്ട്. കണ്ണീര് തുടച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. തളർന്നു പോരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എത്രയെന്നൊക്കെ പറഞ്ഞാലും അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കുറെ സമയം പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന യാത്രയാക്കാൻ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അധികം നിൽക്കാൻ പറ്റത്തില്ലല്ലോ, അത് പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പൊ യാത്രയൊക്കെ ഞങ്ങൾ ചെന്ന് ഇക്ക അപ്പത്തന്നെ ഞങ്ങളടുത്ത് കുറച്ചു സമയം സംസാരിച്ച് കയറിയങ്ങ് പോയി. ഈ വീഡിയോസ് ഒക്കെ പാത്തുട്ടിയാണ് കേട്ടോ എടുത്തത്. എനിക്കത് എടുക്കാനുള്ള മാനസികാവസ്ഥയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരു സമയമാണ്. ഇനി ഞാൻ 1 വർഷം കഴിഞ്ഞ് എൻ്റെ ഇക്കായെ കാണും. അപ്പം ഈ ഒരു അവസ്ഥ എത്ര പേര് കടന്നു പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ സഹിക്കാൻ പറ്റാവുന്നതിന്റെ അപ്പുറത്തൊരു ഇതായിരുന്നു അത്. എനിക്ക് ഒരു പക്ഷേ എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടായിരിക്കും നമ്മുടെ അടുത്തുനിന്ന് ഒക്കെ പോയി. ഒന്നുകൂടി തിരിച്ചു വരുമെന്ന് വിചാരിച്ച് അവിടെ നിന്നു. വിളിച്ചപ്പോ പറഞ്ഞ് ബോർഡിങ് തുടങ്ങി, വരാൻ പറ്റത്തില്ല, പൊക്കോളാൻ പറഞ്ഞു. പിന്നെ നമ്മൾ വണ്ടിയിൽ തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വരുന്ന വഴിക്ക് ഒന്നും ഓക്കെ ഇല്ല. ഏതോ ഒരു ലോകത്ത് പെട്ടൊരവസ്ഥയായിരുന്നു. എന്താണ് ഏതാണ് എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. സ്വപ്നമാണോ സത്യമാണോ രാത്രിയാണോ പകലാണോ? ഒരിക്കൽ ആസ്വദിച്ചു പോകുന്ന വഴിയാണ് ഇതൊക്കെ. ഈ വഴി കൂടെയൊക്കെ പോകുമ്പോ എപ്പോഴും എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഈ രാത്രി ഈ നൈറ്റ് റൈഡൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ഇന്ന് ഇതുവഴി പോകുമ്പോ എന്റെ ചങ്ക് നീറുന്നുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു കയറിയപ്പോ ഞാൻ അനുഭവിച്ചൊരു ഏകാന്തതയാണ്. പെട്ടെന്ന് ചുറ്റുമുള്ളതൊക്കെ നിശ്ചലായിപ്പോയതുപോലെ. അപ്പൊ എൻ്റെ ഇക്ക പോയി ഗൈസ്. ഇനി ഒരു 1 ഇയർ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. ഇത് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. ഇനി ഞാൻ ഓക്കെ ആയിട്ട് അടുത്ത വ്ളോഗുമായിട്ട് വരാം. അത്രയേ ഉള്ളൂ.